പുലി ഭീഷണി നിലനിൽക്കുന്ന ചെങ്ങളായി ചുഴലിയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് കൂട് സ്ഥാപിക്കാൻ വനം വകുപ്പ് തയ്യാറായത്. ചെങ്ങളായി ചുഴലി പടിഞ്ഞാറേ മൂലയിൽ ഒരു മാസക്കാലമായി തുടരുന്ന പുലി ഭീഷണിക്ക് പരിഹാരമായാണ് ഒടുവിൽ വനം വകുപ്പ് ഇവിടെ കൂട് സ്ഥാപിച്ചത്. ആറളത്ത് നിന്നും എത്തിച്ച കൂട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ നാട്ടുകാർ പലതവണ കണ്ട പ്രദേശത്താണ് സ്ഥാപിച്ചത്. നേരത്തെ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പുലിക്കായി പരിശോധന നടത്തിയിരുന്നെങ്കിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു മാസക്കാലമായി നാട്ടുകാർ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് വേണ്ടത്ര ഉത്സാഹം കാണിച്ചിരുന്നില്ലെങ്കിലും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് ഒടുവിൽ ഇവിടെ കൂട് സ്ഥാപിച്ചത്. ടാപ്പിംഗ് തൊഴിലാളികൾക്കൊക്കെ ധൈര്യത്തോടെ ഈ തോട്ടത്തിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം, സ്കൂളിലേക്കെല്ലാം നടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പ്രയാസം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. നിരന്തരമായി വനംവകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ കലക്ടർക്ക് MLAക്ക് ഉൾപ്പെടെയുള്ള കത്തുകൾ കൈമാറുകയും അങ്ങനെയെല്ലാം ഇടപെട്ടതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതിന് വേണ്ടി വനംവകുപ്പ് എത്തിയിട്ടാണുള്ളത്. കൂട് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ക്രമീകരണങ്ങളെല്ലാം നടന്നു വരികയാണ്. പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം ഒരു ആശ്വാസം എന്ന നിലയിലാണ് വനംവകുപ്പിന്റെ ഈ തീരുമാനത്തെ നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാട് വെട്ടിത്തെളിക്കാത്ത റബ്ബർ തോട്ടങ്ങളും ചെങ്കൽപ്പണകളും നീരുറവകളുമുള്ള പ്രദേശമായതിനാൽ പുലിക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ പ്രദേശമാണ് ഈ ഭാഗം. കാട്ടുപന്നികളും മുള്ളംപന്നികളും മറ്റും ധാരാളം ഇവിടെയുള്ളതിനാൽ എത്ര കാലം വേണമെങ്കിലും പുലിക്ക് ഇവിടെ ജീവിക്കാനും സാധിക്കും. എന്നാൽ സമീപത്തെ ജനവാസ മേഖലയിലേക്ക് കൂടി പുലി കടന്നു വന്നതോടെയാണ് ജനങ്ങൾ പരിഭ്രാന്തരായിരിക്കുന്നത്. ചെറിയ കുട്ടികളെ പോലും വീട്ടിൽ നിന്നും പുറത്തിറക്കാതെയാണ് ഈ പ്രദേശത്തുകാർ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠാപുരം.